നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കുവൈറ്റിൽ എക്സിറ്റ് പെർമിറ്റ് നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനായാണ് ആഭ്യന്തര മന്ത്രാലയം ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. ഇതുവരെ 21,900 പേർക്ക് എക്സിറ്റ് പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് 7 ദിവസം മുൻപ് മുതൽ എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം 24 മണിക്കൂറാണ്. തൊഴിൽദാതാവ് എക്സിറ്റ് പെർമിറ്റ് നൽകാത്ത സാഹചര്യങ്ങളിൽ തൊഴിലാളിക്ക് പരാതികൾ സമർപ്പിക്കാം. കൂടാതെ തൊഴിൽദാതാവിന്റെ സമ്മതമുണ്ടെങ്കിൽ വർഷത്തിൽ എത്ര തവണ യാത്ര ചെയ്യുന്നതിനും തടസ്സമില്ലെന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്ത്യൻ കോൺസുലർ സേവനങ്ങളിൽ മാറ്റം. ജൂലൈ 1 മുതൽ രാജ്യത്തെ എല്ലാ ഇന്ത്യൻ കോൺസുലർ സേവനങ്ങളും ഇന്ത്യൻ എംബസിയിലായിരിക്കും ലഭ്യമാകുക. വിസ സേവനങ്ങളും പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കോൺസുലർ സേവനങ്ങളും ഇന്ത്യൻ എംബസിയിൽ ലഭിക്കും. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ദാന മോളിലെ IVS ഗ്ലോബൽ സർവീസസിൽ സേവനങ്ങൾ ലഭ്യമാകില്ല എന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ മലയാളി നിര്യാതനായി. തൃശൂർ മുള്ളൂർക്കര ഇരുന്നിലംകോട് ചക്കാത്ത് വീട്ടിൽ ഗിരീഷാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. അലി ഇന്റർനാഷണൽ കമ്പനിയിൽ മുൻ ജീവനക്കാരനായിരുന്നു. കുവൈറ്റിൽ മലയാളി യുവാവ് മരിച്ചു. മലപ്പുറം കാളികാവ് സ്വദേശി റാഷിദ് അൻവറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. KOCയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ മഹബുല്ല യൂണിറ്റ് റിലീഫ് സെക്രട്ടറിയും പ്രവർത്തകനുമായിരുന്നു റാഷിദ് അൻവർ. സൗദി റിയാദിൽ പുതിയ ഔട്ട്ലെറ്റ് തുറന്ന് പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഗോ കൊറിയർ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മുൻനിര കമ്പനിയായ ABC കാർഗോ റിയാദിലെ മുറബ്ബ അവന്യൂ മാൾ ലുലുവിലാണ് പുതിയ ഔട്ട്ലെറ്റിന് തുടക്കമിട്ടിരിക്കുന്നത്. ABC കാർഗോ ഡയറക്ടർമാരായ നിസാർ അബ്ദുൽ ഖാദർ, സലീം അബ്ദുൽ ഖാദർ, മഞ്ചേശ്വരം MLA KM അഷ്റഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലുലുവിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി എത്രയും പെട്ടെന്ന് അയച്ചു നൽകാനായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ABC കാർഗോ പുതിയ ശാഖയിൽ ഉറപ്പാക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ GCCയിലെ നിരവധി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ABC കാർഗോയുടെ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും സൗദിയിലെ കൂടുതൽ ലുലു ശാഖകളിൽ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ABC കാർഗോ അധികൃതർ വ്യക്തമാക്കി. സ്കൂൾ അവധിക്കാലം പ്രമാണിച്ച് എയർ കാർഗോ, സീ കാർഗോ വിഭാഗങ്ങളിൽ ബാക്ക് ടു ഹോം ഓഫറുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഷീർ പാരഗൺ, അബ്ദുള്ള അൽ ഖത്താനി, മുഹമ്മദ് അൽ സഹ്റാനി, ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ അബ്ദുൽ ജലീൽ, മോൾ മാനേജർ ലാലു വർക്കി തുടങ്ങി സാമൂഹിക സാംസ്കാരിക വ്യവസായ രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. അൽഖോബാർ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സീതി സാഹിബ് അക്കാഡമിക് എക്സലൻസി അവാർഡ് വിതരണവും ഈദ് സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. അൽഖോബാർ നെസ്റ്റോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മത, സാംസ്കാരിക, സാമൂഹിക നേതാക്കളടക്കം നിരവധി ആളുകൾ പങ്കാളികളായി. അൽഖോബാർ KMCC സെൻട്രൽ കമ്മിറ്റിയാണ് സീതി സാഹിബ് അക്കാദമിക് എക്സലൻസി അവാർഡ് വിതരണവും ഈദ് സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചത്. അൽഖോബാർ നെസ്റ്റോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി KMCC അൽഖോബാർ പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാടിന്റെ അധ്യക്ഷതയിൽ KMCC കിഴക്കൻ പ്രവിശ്യ സീനിയർ വൈസ് പ്രസിഡന്റ് ഖാദി മുഹമ്മദ് ആലമ്പാടി ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ അവാർഡ് സംഗമം. 2024-25 അധ്യയന വർഷത്തിൽ കിഴക്കൻ പ്രവിശ്യയിൽ മികച്ച മാർക്കുകളുടെ ഉന്നത വിജയം നേടിയ CBSE +2 വിദ്യാർത്ഥികൾക്കും അൽഖോബാർ മദ്രസകളിലെ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അൽഖോബാർ KMCC പ്രവർത്തകരുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിച്ചു. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ മുൻനിർത്തി മദാരിസ് ഇന്റർനാഷണൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ മുജീബ് അബ്ദുൽ ഖാദറിനെയും ആരോഗ്യ മേഖലയിലെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് അൽഖോബാർ റഫ മെഡിക്കൽ സെന്റർ മാനേജ്മെന്റിനെയും ചടങ്ങിൽ പ്രത്യേക മൊമെന്റോ നൽകി ആദരിച്ചു. സൗദി KMCC നാഷണൽ സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ, SIC അൽഖോബാർ സെക്രട്ടറി ബഷീർ ബാക്കവി, OICC കിഴക്കൻ പ്രവിശ്യ പ്രസിഡന്റ് EK സലീം, നവയുഗം പ്രസിഡന്റ് ജമാൽ വില്യാപ്പള്ളി,
KIG പ്രസിഡന്റ് KM ബഷീർ, ദമാം മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി നൌഷാദ് ഇരിക്കൂർ, ഇസ്ലാഹി സെന്റർ പ്രതിനിധി അജ്മൽ മദനി, അൽമുന ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ നൌഫൽ എന്നിവർ സംഗമത്തിന് ആശംസകൾ നേർന്നു. അൽക്കോബാർ KMCC വനിതാ വിങ്ങിന്റെ സംവിധാനത്തിൽ കൊച്ചു വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ നൃത്തവും ഏറെ ശ്രദ്ധേയമായി. ഹബീബ് പുൽത്തൊടി, സലീം തുറക്കൽ, നജ്മുദ്ദീൻ വെങ്ങാട്, അബ്ദുൽ നാസർ ധാരിമി, റിയാസ് മുഹമ്മദ്, ആസിഫ് മേലങ്ങാടി, ജുനൈദ് മുഹമ്മദ്, മുഹമ്മദ് ഷാഫി, ആബിദ് പാറക്കൽ, ഷബ്ന നജീബ്, ഹാജറ സലീം, ഫൗസിയ റഷീദ്, ഷീനത്ത് അഷ്റഫ് എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. അൻവർ ഷാഫി സ്വാഗതവും മൊയ്തുണ്ണി പാലപ്പെട്ടി നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഖത്തർ സൂപ്പർ താരം ഹസൻ അൽ ഹൈദോസ് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. വിരമിക്കൽ പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് താരം അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചുവരുന്നതായി അറിയിച്ചത്. ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം. ഖത്തർ ദേശീയ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ജുലൈൻ ലൊപ്പറ്റഗുയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തിരിച്ചുവരവ്. ഫിഫ ലോകകപ്പ് 2026 യോഗ്യതാ പ്ലേ ഓഫ് മത്സരങ്ങളിൽ മുൻ ഖത്തർ ക്യാപ്റ്റനായ ഹൈദോസ് കളത്തിലിറങ്ങുമെന്ന് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ക്യാമ്പസ് ലീഗ് ഖത്തർ കായിക മത്സരങ്ങളുടെ ഭാഗമായി മുക്കം മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി നിരവധി താരങ്ങൾ മാറ്റുരച്ച വാശിയേറിയ കലാശപ്പോരിൽ സുഹൈബ് ആദിൽ സഖ്യം ചാമ്പ്യന്മാരായി. സാദിഖ് അദ്നാൻ സഖ്യം റണ്ണേഴ്സായി. അലുമിനി ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് ഇല്യാസ് കെൻസ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള ട്രോഫികൾ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ് ജനറൽ സെക്രട്ടറി ഹംസ യൂസഫും മാമോ ക്യാമ്പസ് ലീഗ് ചെയർമാനും ബ്രില്യൻ ഗ്രൂപ്പ് MDയുമായ AM അഷ്റഫും ചേർന്ന് കൈമാറി. ജനറൽ സെക്രട്ടറി ഇർഷാദ് ചേന്നമംഗലൂർ നന്ദി പറഞ്ഞു. വർണ്ണങ്ങളുടെ സ്വപ്ന പ്രപഞ്ചമൊരുക്കി ഖത്തർ സംസ്കൃതി ദോഹയിൽ സംഘടിപ്പിച്ച ആർട്ട് എക്സിബിഷൻ. തുടക്കക്കാർ മുതൽ മുതിർന്ന ചിത്രകാരന്മാർ വരെ പ്രദർശനത്തിൽ പങ്കെടുത്തു. മനുഷ്യനിൽ അന്തർലീനമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആകുലതകളും വരകളും വർണ്ണങ്ങളുമായി ഇവിടെ ഒത്തുകൂടി. ചാർക്കോളും ചായവും പേനയും പെൻസിലും ക്രയോൺസും പരുത്തി നൂലും വരെ ആത്മപ്രകാശനത്തിനുള്ള മാധ്യമങ്ങളായി. വൈവിധ്യമാർന്ന രചനാശൈലികളും ചിത്രസങ്കേതങ്ങളും അണിനിരന്ന പ്രദർശനത്തിൽ തുടക്കക്കാർ മുതൽ പ്രശസ്ത ചിത്രകാരന്മാർ വരെ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50ഓളം ചിത്രകാരന്മാരുടെ 150ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. സംസ്കൃതി എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലുള്ളവരിലേക്കും എത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഒരു വൻ വിജയമായിട്ട് ഈ എക്സിബിഷൻ മാറിയതിൽ സംസ്കൃതിക്ക് അതിയായ സന്തോഷമുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം. സർഗ സൗന്ദര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും നിറപ്പകിട്ടാർന്ന കൂടിച്ചേരലുകൾക്കൊപ്പം കടൽ കടന്നെത്തിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാവപ്പകർച്ചകളും അറേബ്യൻ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളുമെല്ലാം പല ഭാവത്തിൽ ചിത്രങ്ങളിൽ തെളിഞ്ഞു. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇതിവിടെ 2024 ഡിസംബറിൽ ഒരു അമീറിന്റെ പോർട്രേറ്റിന്റെ ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു. 19 രാജ്യങ്ങളിൽ നിന്നായിട്ട് 78 ആർട്ടിസ്റ്റുമാർ പങ്കെടുത്ത ഒരു പോർട്രേറ്റ് കോമ്പറ്റീഷൻ. അതിൽ ഫൈനലിൽ കയറിയ പെയിന്റിംഗ് ആണിത്. 10 ആർട്ടിസ്റ്റുമാരാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത്. അതിനകത്തെ ഒരു പെയിന്റിംഗ് ആണ് ഇത്. കലാമികവിനൊപ്പം ഏറെ ക്ഷമയും കൃത്യതയും ആവശ്യമുള്ള ത്രെഡ് ആർട്ടിൽ തീർത്ത ഖത്തറമീറിന്റെ ചിത്രവുമായാണ് കോഴിക്കോട് പുതുപ്പാടി മാലോറം സ്വദേശി വിപിൻ ജിനി എന്ന ചിത്രകാരൻ പ്രദർശനത്തിനെത്തിയത്. 300 ആണിയടിച്ചിട്ട് അതിൽ ഏകദേശം 5000 മീറ്ററോളം നൂലുണ്ട്, ബ്ലാക്ക് നൂല്. 5000 മീറ്റർ ബ്ലാക്ക് നൂല്. അതെ, അത് വെച്ച് ചുറ്റിയിട്ടൊരു പെയിന്റിംഗ് ചെയ്തതിന് ശേഷം അല്ലല്ല ഒന്നുമില്ലല്ലോ. 1 മീറ്റർ വലുപ്പമുള്ള ബോർഡിൽ അടിച്ചു കയറ്റിയ 300ഓളം ആണികൾ ബന്ധിപ്പിച്ച് 5000 മീറ്റർ നൂലുകൾ കൊണ്ടാണ് വിപിൻ അമീറിന്റെ തലയെടുപ്പുള്ള ചിത്രം ഒരുക്കിയത്. ഇത് ഗിറ്റാറിനുള്ള ഒരു ഇതാണ്, പക്ഷെ ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു വരയെന്ന് നിക്കാസിനുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒപ്പോടുകൂടി അവസാനിക്കുന്ന ഒറ്റ ലൈനിൽ വരച്ചിട്ടുള്ളതാണ്. ഇത് വ്യതിരിക്തമായൊരു ചിത്രമാണിത്. ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം സന്ദർശക ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും ആധുനിക കാലത്തിന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും നൊമ്പരങ്ങളും പകർത്തിവെക്കുകയാണ് ഒരു കൂട്ടം ചിത്രകാരന്മാർ. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24.
ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 2024 ഷാർജ എക്സലൻസ് പുരസ്കാരത്തിന് ഡോക്ടർ സണ്ണി കുര്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ 17 ജേതാക്കളിലെ ഏക ഇന്ത്യക്കാരനാണ് ഡോക്ടർ സണ്ണി. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സുൽത്താൻ അൽ ഖാസിമിൽ നിന്ന് ഡോക്ടർ സണ്ണി കുര്യൻ പുരസ്കാരം ഏറ്റുവാങ്ങി. എമിറേറ്റിന്റെ സാമ്പത്തിക പുരോഗതിക്കായി നടത്തുന്ന നിരന്തര പരിശ്രമങ്ങൾക്കാണ് പുരസ്കാരം. ഇത് 3-ാം തവണയാണ് ഡോക്ടർ സണ്ണി കുര്യന് ഷാർജ എക്സലൻസ് പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്, ഒരു അപകട വാർത്തയിലേക്കാണ്. തൃശൂർ കുതിരാൻ വഴക്കുംപാറയിൽ ദമ്പതികൾ ലോറി ഇടിച്ചു മരിച്ചു. കുതിരാൻ വഴക്കുംപാറ അടിപ്പാതയ്ക്ക് മുകളിലാണ് ഈ സംഭവം ഉണ്ടായത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതലുകളുമായി. സൂരജ്, ദാരുണമായ സംഭവമാണ്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്ത് സംഭവിച്ചതാണ് അവിടെ? പ്രജിൻ, ഇന്ന് ഈ കുതിരാൻ വഴുക്കുംപാറയിലാണ് ഇത്തരത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. കുതിരാൻ വഴുക്കുംപാറയിൽ അടിപ്പാതയ്ക്ക് മുകളിലാണ് സംഭവം ഉണ്ടായത്. ഇവർ സഞ്ചരിക്കുന്ന ബൈക്കിൽ നിന്ന് ഒരു ഹെൽമറ്റ് റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഈ ഹെൽമറ്റ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ബൈക്ക് നിർത്തുകയുമായിരുന്നു. ഈ സമയം പുറകിൽ വന്ന ലോറി ഇവരുടെ ബൈക്കിലേക്ക് ഇടിച്ചു കയറിയാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള സ്ത്രീയും പുരുഷനും മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരുവരും ദമ്പതികളാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിലുണ്ടായിരുന്നവർ ലോറിയുടെ ടയറിനടിയിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നാട്ടുകാരെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ മേഖലയിൽ കൃത്യമായ വഴിവിളക്കുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. രാത്രി കാലങ്ങളിൽ ഈ ബൈക്കിലൊക്കെ ആളുകൾ സഞ്ചരിക്കുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ഈ വെളിച്ചക്കുറവ് കാരണം ഇവരെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ തുടർച്ചയായ അപകടങ്ങൾക്കിടയാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നെങ്കിലും അത്തരമൊരു നടപടികളിലേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയോ കരാർ കമ്പനിയോ ഒന്നും തന്നെ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായ അപകടങ്ങൾ ഈ മേഖലയിൽ പതിവായിരുന്നു. അതിനിടയിലാണ് ഈ ലോറിക്ക് മുന്നിലൂടെ പോകുന്ന ബൈക്ക് പെട്ടെന്ന് ആ ബൈക്കിൽ നിന്നൊരു ഹെൽമറ്റ് തെറിച്ചു പോവുകയും ആ ഹെൽമറ്റ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഈ ബൈക്ക് സഡൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതിനിടയിലാണ് ഈ ലോറി ഈ ബൈക്കിലേക്ക് ഇടിച്ചു കയറി ഇപ്പോൾ 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. പ്രജിൻ, ദാരുണമായ സംഭവമാണ്. കുതിരാനടുത്താണ് ദമ്പതികൾ ലോറിയിടിച്ച് മരിച്ചത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയെന്ന് പോലീസിന്റെ എഫ്ഐആർ. അമ്മ അനീഷയെയും ആൺസുഹൃത്ത് ഭവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്നലെയാണ് ഭവിൻ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് 2021 നവംബർ 6-നാണെന്നാണ് എഫ്ഐആർ. 2024 ഓഗസ്റ്റ് 29-ന് ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നു. ശുചിമുറിയിലാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം മുണ്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചത്. ഓഗസ്റ്റ് 30-ന് മൃതദേഹം കവറിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിട്ടു. 4 മാസം കഴിഞ്ഞാണ് കുഴി തുറന്ന് ഇവിടെ നിന്ന് അസ്ഥിയെടുത്തത്. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയെടുത്തത് 8 മാസത്തിന് ശേഷമാണെന്നും എഫ്ഐആറിൽ. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അറസ്റ്റിലായ ഭവിൻ കയ്യിലൊരു കവറുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. തനിക്ക് അനീഷയിലുണ്ടായ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ് കവറിലുള്ളതെന്നും ചാപിള്ളയായിരുന്ന കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. അനീഷയെയും കസ്റ്റഡിയിലെടുത്ത് ഒരുമിച്ച് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഭവിന്റെ നിർദ്ദേശപ്രകാരമാണ് അസ്ഥികൾ കൈമാറിയതെന്ന് അനീഷ മൊഴി നൽകി. അനീഷ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഭീഷണിപ്പെടുത്താനാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നതെന്ന് ഭവിൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസിനെ സമീപിച്ചത്. ഭവിന്റെ വീട്ടിലും അനീഷയുടെ വീട്ടിലും ഇരുവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DNA പരിശോധനയും ഉടൻ പൂർത്തിയാകും. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 തൃശൂർ. വിവാദങ്ങൾക്കിടെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് വിദ്യാഭ്യാസ വകുപ്പ്. വർഗീയതയുടെ നിറം കൊടുത്താൽ അംഗീകരിക്കാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. മതസംഘടനകൾ എതിർപ്പ് തുടരുന്നതിനിടെ സൂംബയെ അനുകൂലിച്ച് SNDP യോഗം പ്രമേയം പാസാക്കി. വിവാദം അനാവശ്യമെന്ന് KNM സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി പറഞ്ഞു. സൂംബ ഡാൻസുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധിക്ഷേപിച്ചവരാണ് മാപ്പ് പറയേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. വിമർശിക്കുന്നവരുടേത് അപകടകരമായ സമീപനമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രവാചകനെയും ദർശനങ്ങളെയും കൂട്ടുപിടിച്ചത് ഖേദകരമെന്നും KNM സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി. എന്തു പറഞ്ഞാലും അതൊക്കെ വർഗീയമാകുക, അല്ലെങ്കിൽ മതദർശനങ്ങളെ ഇകഴ്ത്തുക, അല്ലെങ്കിൽ അതിൻ്റെ എതിരിൽ അണിനിരക്കുക എന്നുള്ള നിലക്ക് ഇതിനെ ചിത്രീകരിച്ച് ഒരു ഖേദകരമായി പോയി എന്നുള്ളതാണ്. ഫിസിക്കൽ എക്സസൈസ്
വേണ്ടത്ര നടപ്പാക്കാതെ സൂംബ ഡാൻസ് നടത്തുന്നത് ശാസ്ത്രീയ രീതിയല്ലെന്ന് KNM മർക്കസു ദഅവ സംസ്ഥാന സെക്രട്ടറി MT മനാഫ് 24-നോട് പറഞ്ഞു. ലഹരി നിർമ്മാർജ്ജനത്തിന് എത്രമാത്രം ഇതേപോലെയുള്ള ആക്ടിവിറ്റികൾ സഹായിക്കും എന്ന് ശാസ്ത്രീയമായി പഠിക്കുകയും അതിന്റെ പ്രായോഗികത രക്ഷിതാക്കളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടതാണ്. സംശയം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ മതസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രീതി ഉണ്ടാകരുതെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ സംഘടിപ്പിച്ച ഫ്ലാഷ് മൊബിൽ മന്ത്രി V ശിവൻകുട്ടി പങ്കെടുത്തു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4-അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും നെഫ്രോളജി വിഭാഗം മേധാവിയും കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും യൂറോളജി വിഭാഗം മേധാവിയുമാണ് സമിതി അംഗങ്ങൾ. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും വീഴ്ച പറ്റിയെന്ന വിലയിരുത്തലിലാണ് ജില്ലയ്ക്ക് പുറത്തുള്ള വിദഗ്ധ ഡോക്ടേഴ്സിനെ അന്വേഷണ സമിതിയിൽ ഉൾപ്പെടുത്താൻ കാരണം. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ ആരോഗ്യവകുപ്പിന് അതൃപ്തിയുണ്ടെങ്കിലും ഡോക്ടർക്കെതിരെ നടപടി വേണ്ടെന്നാണ് തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇടത് സർക്കാരിന്റെ ഭരണത്തകർച്ചയുടെ നേർചിത്രമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് UDF. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ചികിത്സ വേണ്ടത് ആരോഗ്യവകുപ്പിനെന്നും PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗണ്ട അല്ല യഥാർത്ഥ ആരോഗ്യ കേരളമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി. സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മേടിച്ചുകൊണ്ട് വേണ്ടി മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇത് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയല്ല, സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ചൂണ്ടിക്കാണിച്ചതായിരിക്കും. ആരും ഭയപ്പെട്ട് പറയുന്നില്ല. പ്രതിപക്ഷം കുറെ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 24 മലപ്പുറം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി തുറന്നുകാട്ടി 24 ലൈവത്തോൺ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോട്ടയത്ത് ന്യൂറോ ശസ്ത്രക്രിയകൾ മുടങ്ങി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പല വിഭാഗങ്ങളിലും സർജന്മാരില്ലാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഗുരുതര പ്രതിസന്ധിയാണ് 24 ലൈവത്തോൺ തുറന്നുകാട്ടിയത്. മാസങ്ങളായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ശസ്ത്രക്രിയകൾ അവതാളത്തിലായത്. 6 മാസം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് തീയതി ലഭിച്ച രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ ന്യൂറോ വിഭാഗത്തിൽ ഉൾപ്പെടെ ശസ്ത്രക്രിയ മുടങ്ങി. ഡോക്ടർമാര് കാർഡിയോളജി വിഭാഗത്തിൽ കുറവുണ്ട്. മെയിനായിട്ട് വേണ്ടത് ന്യൂറോ സർജറി വിഭാഗത്തിലാണ്. അതിൽ നിലവിൽ 6 ഡോക്ടർമാരുണ്ടായിരുന്നത് അതിൽ 3 പേര് ട്രാൻസ്ഫർ ആയിപ്പോയി. ആകെ 52 ബെഡ് എവിടെ ഉള്ളൂ. അതിൽ 152 പേഷ്യന്റോളം അവിടെ വരുന്നുണ്ട്. അത് വരാന്തയിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി, യൂറോളജി, കാർഡിയോളജി വിഭാഗത്തിൽ സർജന്മാരില്ലാത്ത അവസ്ഥയാണ്. 2014 2 കോടി മുടക്കി ഉപകരണം വാങ്ങിയിട്ടും ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ന്യൂറോ സർജൻ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി മറ്റാശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും രോഗികൾ പറയുന്നു. പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ്, അതാണ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇവിടെ ശസ്ത്രക്രിയകളടക്കം മുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാനായി 1 മാസത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വർഷവുമുള്ള നടപടിയാണെന്നും എമർജൻസി ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം. കോഴിക്കോട് കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ നാളെയോടെ മരുന്നു വിതരണം നിർത്തേണ്ട അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി OP ടിക്കറ്റ് നൽകുന്നത് നിർത്തിവച്ചു.
നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ളവർ 5 രൂപ നൽകി വേണം OP ടിക്കറ്റ് എടുക്കാൻ. ആരോഗ്യ കിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും OP ടിക്കറ്റിന് പണം വാങ്ങി തുടങ്ങിയത്. സർക്കാർ ആശുപത്രികളിൽ എല്ലാം സൗജന്യമാണെന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് സൗജന്യമായി നൽകിയിരുന്ന OP ടിക്കറ്റിന് പോലും ഇപ്പോൾ കാശ് വാങ്ങിത്തുടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ APL, BPL വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് OP ടിക്കറ്റ് സൗജന്യമാക്കിയിരുന്നത്. ആരോഗ്യ കിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് OP ടിക്കറ്റിന് പണമടയ്ക്കേണ്ട സാഹചര്യമുണ്ടായത്. നോർമൽ ആശുപത്രികളിൽ പൈസ വാങ്ങാറില്ല OP ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മോനും കൂടെ കാണിക്കണമായിരുന്നു. അപ്പോൾ 10 രൂപ വാങ്ങിയായിരുന്നു. നേരത്തെ ഇവർക്ക് ഇവനും ഇവൻ്റെ ചേച്ചിക്കും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല OP ടിക്കറ്റിനൊന്നും. ഇപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത് തന്നെ. 2 വർഷത്തോളമായി പദ്ധതി മുടങ്ങിയിട്ട് സർക്കാർ പണം നൽകാതെ വന്നതോടെ കുട്ടികൾക്കുള്ള വിവിധ സൗജന്യ പരിശോധനകളും മുടങ്ങി. സർക്കാർ ആശുപത്രികളുമായി കരാറിലേർപ്പെട്ടിരുന്ന ലാബുകളും മറ്റു സ്ഥാപനങ്ങളും കരാർ അവസാനിപ്പിച്ചു. ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്തതാണ്. പക്ഷേ ഒരു മരുന്നും അവിടുത്തെ ഫാർമസിയിൽ ഇല്ല. പുറത്തു നിന്നാണ് വാങ്ങേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ മക്കളെയും കൂടെ കാര്യത്തിന് കാശ് കൊടുക്കേണ്ട, എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആശുപത്രികളിൽ OP ടിക്കറ്റിന് പണം ഈടാക്കിയിരുന്നില്ല. എന്നാൽ ആരോഗ്യ കിരണം പദ്ധതിയിലൂടെ പണം പൂർണ്ണമായി നിലച്ചതോടെ അതും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൗജന്യമായി OP ടിക്കറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെത്തുന്ന കുരുന്നുകൾക്ക് അതും നിഷേധിച്ചിരിക്കുകയാണ്. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് ലഭ്യമാകാത്തതിനാൽ സൗജന്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ശ്രീധർ, 24, തിരുവനന്തപുരം. വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ വധക്കേസിലെ പ്രധാന പ്രതി നൌഷാദിനെ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. DNA പരിശോധനാ ഫലം ലഭ്യമായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നൌഷാദും സംഘവും ബത്തേരി ബീനാച്ചിയിലുള്ള വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പരിസരത്ത് പെൺസുഹൃത്തിനെ ഉപയോഗിച്ച് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനുശേഷം ബീനാച്ചിയിലെ വാടക വീട്ടിലെത്തിച്ചു മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം. ശേഷം ചേരമ്പാടി വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. കേസ് വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചെന്നും നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും DCP അരുൺ K. പവിത്രൻ. അവർ തന്ന വഴിപ്രകാരം സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം വീട് വിട്ടു പോയ സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലാണ് പ്രധാന പ്രതി നൌഷാദിന്റെ വീട്. ഇതിന് സമീപത്തുള്ള മറ്റൊരു വീട് നൌഷാദിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചിരുന്നു. ഈ വീട്ടുകാർ മലപ്പുറത്തേക്ക് താമസം മാറി. ഈ വീട്ടിൽ വെച്ചാണ് മർദ്ദനവും കൊലപാതകവും നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. 3 മാസം മുൻപാണ് നൌഷാദ് വിദേശത്തേക്ക് കടന്നത്. ഇന്നലെയാണ് ഈ വിവരങ്ങൾ മനസ്സിലായതെന്ന് വീട്ടുകാർ 24നോട് പറഞ്ഞു. മകളുടെ കുട്ടി പറഞ്ഞു, അമ്മേ ആളുടെ കണ്ട് തന്നെ മുഖപ്പഴിച്ചുള്ള ആളാണല്ലോ അമ്മേ എന്താ പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴും സംഭവം ശരിയാണ്. ബേഗൊക്കെ വലിയ 2-3 ബേഗൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. ഇല്ല, എന്നോട് പോകുകയെന്നല്ല പറഞ്ഞത്. അതിന് ഒന്നുകൂടെ പറഞ്ഞിരുന്നു, വെളുപ്പിക്ക് പോകണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് എത്തിച്ച ഹേമേന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനാ ഫലം വന്ന ശേഷമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകൂ. കൊലപാതകത്തിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട് കേന്ദ്രീകരിച്ച ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. 24 വയനാട്. കൊൽക്കത്തയിലെ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. വിദ്യാർത്ഥിനിയെ പ്രതികൾ വലിച്ചിഴയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പ്രതികളുടെ ഫോണിൽ നിന്ന് പീഡന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥിനിയെ കോളേജിലെ ഗാർഡിന്റെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പീഡനത്തിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു. പ്രതികൾ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബലാത്സംഗം നടന്ന സ്ഥലത്തുനിന്ന് മുടി, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ പോലീസ് ശേഖരിച്ചു. വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ കോളേജ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു. 24 ഡൽഹി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.